യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് AT 345 ഗൂഡല്ലൂർ ബസ് പോകുന്നില്ല. എന്ത് പോകുന്നില്ല? ഓഫായി. ആര്? ജോർജേട്ട ഇപ്പൊ കുറച്ചു മുമ്പ് ഇവിടുന്ന് പോയല്ലേ ഉള്ളൂ. എന്തൊക്കെയാണ് ഈ കാണിച്ചോണ്ട് നിൽക്കുന്നത്? ഇവിടെ വന്നോ? ജോർജേട്ട ഇപ്പൊ അവിടേക്ക് പോയല്ലോ. നിനക്ക് വയറുവേന? നിനക്ക് എന്താണ് പ്രശ്നം? വയറുവേന സഹിക്കാൻ പറ്റുന്നില്ല. അതെ, ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോവാണ് കേട്ടാ. ഞാൻ സൂപ്രനെ വിളിച്ച് റിപ്പോർട്ട് ചെയ്യാൻ. എന്തിന്? ആവോ, നീ പോകണ്ടോ? പോണില്ലേ? ഞാൻ പോകുന്നുണ്ട്. എന്നാ പോ. ആ താല്പര്യമില്ല പിന്നെ നിൽക്കുന്നത് എനിക്കതാ മനസ്സിലാവാത്തത്. AT 345 ഗൂഡല്ലൂർ ബസ് എത്രയും പെട്ടെന്ന് സ്റ്റാൻഡ് വിട്ട് പോകണം. എന്റെ സത്യം ഇതൊന്ന് ഓഫ് ചെയ്യും. ഞാൻ എത്ര നേരം കൊണ്ട് തന്നോട് ഒരു കാര്യം പറയാൻ കാത്തിരിക്കാന്നറിയോ? പറഞ്ഞോ. ഓ, യൂണിയൻ സമ്മേളനം വരുക. ഫണ്ടാണെങ്കിൽ 5 പൈസ പോലും കയ്യിലില്ല. പിന്നെ എന്തിനാ സമ്മേളനം നടത്തുന്നത്? നമ്മളെല്ലാം കൂടെ ഒത്തു നിന്ന് പിരിക്കണം. പിരിച്ചിട്ടൊന്നും ഈ പരിപാടി ശരിയാവില്ല കേട്ടോ. അതെ, ശമ്പളം ഇപ്പൊ 2ആയിട്ടാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അത് ഒന്നാക്കാൻ വേണ്ടി ഞങ്ങളുടെ യൂണിയൻ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ പ്രവർത്തിക്കണ്ട. അതെ, ശമ്പളം 1ആയിട്ടാ തന്നോണ്ടിരുന്നത് അല്ലേ? ഇപ്പൊ അത് 2ആയിട്ടെങ്കിലും കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾ ഇടപെട്ടിട്ട് അതും കൂടി ഇല്ലാണ്ടാക്കണ്ട കേട്ടോ. ആവശ്യമില്ല സംസാരിച്ചോണ്ടല്ലേ, യൂണിയനെ വെറുപ്പിക്കരുത്. പണി കിട്ടും. പാലക്കാട് ഒറ്റപ്പാലം പട്ടാമ്പി വഴി ഗുരുവായൂർ വരെ പോകുന്ന RSC 625 ബസ് സ്റ്റാൻഡിന്റെ വടക്ക് ഭാഗത്തായി പാർക്ക് ചെയ്തിരിക്കുന്നു. അതെന്റെ ബസ്സല്ലേ? നിങ്ങളുടെ ബസ് തന്നെ. പോകാൻ പറഞ്ഞാൽ മതി, ഇത് അനൗൺസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സൂക്ഷിച്ചോ, യൂണിയനോടാ കളി. യൂണിയനോടാ കളി. എന്താ തലയ്ക്ക് സുഖമില്ലേ? ഞാൻ മൈൻഡ് ചെയ്യാതിരുന്നാണ്. മുണ്ടിയ പിരിവാണ്. ഹലോ. എന്താ പറഞ്ഞോ? അല്ല, ഈ പരപ്പനങ്ങാടിക്കുള്ള ബസ്. പരപ്പനങ്ങാടിക്കോ? പരപ്പനങ്ങാടിക്കുള്ള ബസ് അവിടെ നിൽക്കുന്നുണ്ടാവും, പോയി നോക്ക്. എവിടെ? വടക്ക് ഭാഗത്ത് നിൽക്കുന്നുണ്ടാവും, പോയി നോക്ക്. ബസ് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് പറയണം കേട്ടോ. ബസ് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് പറയണോന്ന്. അത് എങ്ങനെ അറിയോ? കുറെ ബസ് ഉണ്ട് അവിടെ. അങ്ങോട്ട് പോയി നോക്കിയാൽ കാണും. ATC 89. സത്യേട്ടാ, അതെ ലക്ഷ്മി പുതിയതാണല്ലോ. അവള് കണ്ടക്ടറായി വന്ന പിന്നെ നമ്മുടെ ബസ്സിലാണ് കിട്ടിയത്. ഞാനത് ഉള്ള സമയമൊക്കെ കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്കുക. അതൊക്കെ മനസ്സിലാക്കി കൊടുക്കണം. എങ്ങനെയുണ്ട്? റൂട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കളക്ഷൻ ഉണ്ടാ? നല്ല കളക്ഷൻ ഉണ്ട്. ഇവള് വന്നേ പിന്നെ ഇച്ചിരി തിരക്ക് കൂടുതലാണ്. എന്താന്നറിയില്ല, ചിലവര് നല്ലൊരു വർക്കത്ത് ഉണ്ടാവുമല്ലേ. അതുകൊണ്ടാണ്. അതെ ലക്ഷ്മി, വേറൊരു പരിപാടി ഉണ്ട്. എന്തെങ്കിലും കുറേശ്ശെ പൈസ ഉണ്ടാക്കാൻ പറ്റണമെങ്കിൽ ഉണ്ടായിക്കോ. അതിനൊരു സൂത്രമുണ്ട്. അതായത് ബാക്കി പൈസ കൊടുക്കില്ലേ, 5 റുപ്യ 10 റുപ്യൊക്കെ, അതിനിങ്ങനെ സ്ലിപ്പ് എഴുതി കൊടുക്കും. അതിൻ്റെ ഒരു ഐഡിയ ഉണ്ട്. അത് മൂപ്പരോട് ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഞാനൊന്നും പഠിപ്പിക്കാന്നില്ല. അത് 5 രൂപ 10 രൂപ തരാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മറന്നു പോണ പോലെ കാണിക്കണം. അപ്പൊ ഒരു 10 പേരോട് ആവുമ്പോ അത് നല്ലൊരു എമൗണ്ട് ആവുമേ. നേരത്തെ പറയേണ്ടത്. അപ്പൊ ഞങ്ങൾ എടുക്കട്ടെ. ഇവിടെ നോക്കോ സമയമല്ല. അനൗൺസ് ചെയ്തോട്ടെ. അനൗൺസ് ചെയ്തു. സാറ് പറഞ്ഞ ആ ബസ് അവിടെ ഉണ്ടല്ലോ. ATC 89 ഉണ്ട്. ഉറപ്പ് അവിടെ കിടപ്പുണ്ട്. പാലക്കാട് നിന്ന് കോങ്ങാട്, മുണ്ടൂര്, പെരിന്തൽമണ്ണ വഴി പരപ്പനങ്ങാടി വരെ പോകുന്ന ATC 89 ബസ് എത്രയും പെട്ടെന്ന് പുറപ്പെടുന്നതാണ്. പരിപാടി. സ്റ്റാൻഡിന്റെ തെക്ക് വശത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന പാലക്കാട് കൊടുങ്ങല്ലൂർ ബസ് ഉടൻ സ്റ്റാൻഡ് വിട്ടു പോകണം. താമരശ്ശേരി പോയാ? താമരശ്ശേരി എവിടേക്കാ പോണ കേട്ടാ? ഏത് താമരശ്ശേരിയാ ഉദ്ദേശിച്ചത്? ചുരത്തിന്റെ താഴെയുള്ള താമരശ്ശേരി അല്ലേ? അതല്ല, ബസ് പോയോന്നാ ചോദിച്ചത്. ബസ് പോയിട്ടില്ല. ബസ് വരും. ബസ് വരുവാ? ബസ് വരും. കോയമ്പത്തൂരിന്ന് വരണം. എപ്പോ വരല്? വരേണ്ട സമയമായിട്ടുണ്ട്. എന്താ കാണാത്തതെന്ന് അറിയില്ല. അതെന്താ കാണാതെ അറിയാതെന്തന്നെ? ഏട്ടാ, ബസ് എത്തേണ്ട സമയമായിട്ടുണ്ട്. ഇതുവരെ എത്തിയിട്ടില്ല. ചിലപ്പോൾ വാളയാറിൽ ബ്ലോക്ക് ഉണ്ടാവും. ബ്ലോക്കിൽ നിൽക്കാവും. ബ്ലോക്കിൽ നിന്ന് എപ്പോഴാണ് കഴിച്ചിലായി പോരുക എന്നുള്ളത് എങ്ങനെ ഞാൻ പറയാം. ബ്ലോക്ക് പെട്ട് നിൽക്കാം. ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആന്റി പ്ലസ് ചെയ്യണം. നിങ്ങൾ അവിടെ പോയി വെയിറ്റ് ചെയ്തോളി. ബസ് ഇപ്പോൾ വരും.
ബസ് വരുന്ന സമയം പറ, എന്നല്ലേ എനിക്ക് പോവാ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ, ഇല്ലേ നിൽക്കരാ. എന്റെ പൊന്ന് ചേട്ടാ, വാളയാറിൽ ബ്ലോക്കിൽ നിൽക്കണ ബസ് എപ്പോൾ അവിടുന്ന് പുറപ്പെട്ടിട്ട് വരും എന്നുള്ളത് എനിക്ക് ഇവിടെ ഇരുന്ന് പറയാൻ അറിയില്ല. അതിനുള്ള വിദ്യ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല, അതാണ്. ഞാൻ എന്തെങ്കിലും ചോദിച്ചു ഒന്നും നിങ്ങൾ ഇങ്ങനെ അലസായിട്ട് പറഞ്ഞിട്ട് പോകുന്നു. ഇതിനൊരു നാഥൻ ഉണ്ടോക്കട്ടെ, ഞാനിപ്പം വരാം, നോക്കാടാ. ശരി, ഈ കംപ്ലൈന്റ് ചെയ്യും, ഞാൻ എന്തായാലും കംപ്ലൈന്റ് ചെയ്യും, സംശയമൊന്നുമില്ല. ചെയ്തോളി, വേഗം പോയി ചെയ്യും. മോളെ അമ്മ പറയണ കേക്ക്. എടാ അമ്മയ്ക്ക് ശമ്പളം വന്നാലല്ലേ പറ്റുള്ളൂ. അത് അവര് 2 ദിവസം കഴിയുമ്പോ ശരിയാവും, അടുത്ത മാസം ശരിയാവും എന്നൊക്കെയല്ലേ പറയണേ. ഇപ്പൊ തന്നെ ഒന്ന് നോക്ക, അമ്മ ഒരു സാരി മേടിച്ചിട്ട് എത്ര നാളായി? 3-4 വർഷമായിട്ടായി. മോക്ക് ഈ വർഷം 2 ഡ്രസ്സ് എടുത്തു തന്നില്ലേ അമ്മ? അങ്ങോട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. മിടുക്കിയായിട്ട് അവിടെ ഇരിക്കും. മാഡം, ഞാനൊരു കംപ്ലൈന്റ് പറയാനാ വന്നിനി. പറഞ്ഞു. ഞാൻ താമരശ്ശേരിക്ക് പോകാൻ വേണ്ടിട്ട് ആ ഇൻഫർമേഷൻ സെന്ററിൽ വന്നിട്ട് താമരശ്ശേരിക്ക് എപ്പം ബസ് എന്ന് ചോദിച്ചു. എന്നാൽ ആടി ഇരിക്കുന്ന അയാള് എന്നോടും വളരെ മോശമായിട്ട് പെരുമാറി. എന്താ പേര്? അയാളെ പേര് എനിക്കറിയില്ല. അല്ല അയാളുടെ അല്ല, സാറിന്റെ പേരെന്താ? എന്റെ പേരാ? എന്റെ പേര് രാഘവൻ. താമരശ്ശേരി എന്റെ മോള് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. ആടെ ഞാൻ താമസം. എല്ലാ മാസവും ഞാൻ പെൻഷൻ കിട്ടിയാൽ അകത്തേക്ക് എന്റെ മോളെ കുഞ്ഞളെയും കാണാൻ വേണ്ടിട്ട് പോകലുണ്ട്. അപ്പൊ ഇത് ഇന്നിപ്പം ബസ്സിന്റെ ഇത് ചോദിക്കുമ്പോ അയാൾ വളരെ മോശമായിട്ട്, അത് അയാളുടെ പേരിൽ നടപടി എടുക്കുക തന്നെ വേണം. വേണം. സാറെന്താ ചെയ്യണേ? ഞാൻ സ്കൂളിൽ നിന്ന് പിരിഞ്ഞ മാഷാണ്. ഇപ്പൊ മാഷ് പെൻഷനായിട്ട് ചെറുമക്കളെയൊക്കെ കാണാൻ പോകുമ്പോ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും സാധനമൊക്കെ മേടിച്ചു കൊടുക്കാം. ഈ വർക്ക് ചെയ്തോണ്ടിരുന്നപ്പോഴും ശമ്പളം കൃത്യമായിട്ട് കിട്ടില്ലായിരുന്നു അല്ലേ? ശമ്പളം ഒന്ന് കിട്ടും. അപ്പോഴും നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കും. നടക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്തറിയോ, ഞങ്ങൾ ഇങ്ങനെ ജോലി ചെയ്യാന്നേ ഉള്ളൂ, ഞങ്ങൾക്ക് കൃത്യമായിട്ട് ശമ്പളം ഒന്നും കിട്ടണില്ല. ഇനി അഥവാ തന്നാൽ തന്നെ ചിലപ്പോ പകുതി ശമ്പളമൊക്കെ വരിക. ശമ്പളം കിട്ടുന്നില്ലേ? ഇല്ല. പിന്നെ പെൻഷനായി പോയാലും കൃത്യമായിട്ട് പെൻഷൻ കിട്ടുമൊന്നുമില്ല. അങ്ങനത്തെ ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഇതേ. അപ്പൊ ഇവിടെ ഞങ്ങൾ ഇങ്ങനെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളോട് തന്നെ അഭിമാനം തോന്നാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരാളായിരിക്കും ഇപ്പൊ ആ ഇൻഫർമേഷൻ സെന്ററിൽ ഇരുന്ന്. അല്ലല്ല, ഇപ്പൊ തന്നെ വരൂ. ഓരോരോ പരാതികൾ ഓരോ ദിവസവും.